യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യും. ആണ്ടുവട്ടം 8ാമത്തെ ആഴ്ച, തിങ്കളാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മർക്കോസിന്റെ സുവിശേഷം 10ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. ധനികനും ദൈവരാജ്യവും എന്നാണ് ഈ ഒരു വചനഭാഗത്തിന്റെ തലക്കെട്ട്. ഒരുവൻ ഓടി വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. യേശുക്രിസ്തു അവിടെ അതിന് ഉത്തരം പറയുകയാണ്, 10 കൽപ്പനകൾ പാലിക്കുക എന്ന്. ഉടനടി ആ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ അവയെല്ലാം കൃത്യമായി പാലിച്ചു പോകുന്നു എന്നാണ്. അതിനെ തുടർന്ന് യേശുക്രിസ്തു വീണ്ടും അവനോട് പറയുക, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഇവിടെ സമ്പത്തിനെ പറ്റി പറഞ്ഞു വയ്ക്കുന്നു. കർത്താവ് പറയുന്ന 2 കാര്യങ്ങളാണ്. സ്വർഗരാജ്യത്തിലേക്ക് നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് ഞാൻ കൽപ്പനകൾ പാലിച്ചു പോകണം, അതോടൊപ്പം തന്നെ എനിക്കുള്ളവയെല്ലാം ദരിദ്രർക്ക് കൊടുക്കുകയും വേണം. സമ്പത്തിനെ പറ്റിയാണ് പറയുന്നത് എന്ന് നമുക്ക് സാധാരണഗതിയിൽ തോന്നാറുണ്ട്. എന്നാൽ ക്രിസ്തു പറയുന്നത് സമ്പത്തും എനിക്കുള്ളതെല്ലാം, അതായത് എൻ്റെ കഴിവുകൾ എല്ലാം മറ്റുള്ളവർക്ക് കൂടെ പകർന്നു നൽകുക എന്നുകൂടെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ആളുകൾ സ്വാർത്ഥ മനോഭാവമുണ്ട്. പഠിക്കുമ്പോൾ പോലും മറ്റൊരാൾ വിജയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടുകാരന് പറഞ്ഞു കൊടുക്കാത്ത അവസ്ഥകളുണ്ട്. എൻ്റെ കഴിവുകൾ മറ്റുള്ളവരോട് പങ്കുവച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിവില്ലാത്ത, എന്നെ തോൽപ്പിച്ച് അവൻ കയറുമെന്ന ഒരു പേടിയുള്ളത് കൊണ്ട് എൻ്റെ കഴിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകാത്ത ഒത്തിരി പേരുണ്ട്. ക്രിസ്തുനാഥൻ പറഞ്ഞത്, നിനക്ക് ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ആർക്കാണോ കുറവുള്ളത് അവർക്ക് നൽകുക എന്നാണ് കർത്താവ് പറഞ്ഞത്. ജ്ഞാനം കുറവുള്ളവന് ജ്ഞാനം നൽകുക. എൻ്റെ കഴിവുകൾ, വരയ്ക്കുവാനുള്ള കഴിവുകൾ ഉണ്ട് എങ്കിൽ ആ കഴിവുകൾ മറ്റുള്ളവർക്ക്, ഇല്ലാത്തവർക്ക് കൊടുക്കുക. പഠിക്കുവാനാണ് എനിക്ക് കഴിവുള്ളതെങ്കിൽ ആ പഠിക്കുവാനുള്ള കഴിവ് ഇല്ലാത്തവന് നൽകുക. ധനമാണ് എനിക്ക് ഉള്ളതെങ്കിൽ അത് ഇല്ലാത്തവന് നൽകുക. അവിടെയാണ് കർത്താവ് പറഞ്ഞ ആ ഒരു വാക്ക്, നിനക്ക് ഉള്ളവയെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എനിക്കുള്ളത് എന്താണോ അത് ഇല്ലാത്തവന് നൽകുവാനായിട്ടാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുക. എൻ്റെ ജീവിതത്തിൽ കൽപ്പനകൾ മാത്രം പാലിച്ചാൽ ഞാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മറിച്ച് ആ കൽപ്പനകൾ പാലിക്കുകയും വേണം. അതിനോടൊപ്പം തന്നെ ഞാൻ എനിക്കുള്ളവയെല്ലാം, എൻ്റെ കഴിവുകളാകട്ടെ, എൻ്റെ ധനമാകട്ടെ, എന്തുമാകട്ടെ, എനിക്കെന്താണോ ഉള്ളത് അത് മറ്റുള്ളവർക്ക് കൂടെ നൽകിക്കൊണ്ട് ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ച ഈ ഒരു കാര്യം കൂടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.